മൈക്രോ പ്ലാസ്റ്റിക് എന്ന അതിസൂക്ഷ്മ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്ലാസന്റയും മറികടന്ന് ഗർഭസ്ഥ ശിശുവിൻ്റെ തലച്ചോറ് മുതൽ പ്രധാന ശരീരഭാഗങ്ങൾ വരെ എത്തുമെന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. ഗർഭിണിയിൽ നിന്നും ഗർഭസ്ഥ ശിശുവിലേക്ക് മൈക്രോ പ്ലാസ്റ്റിക് കൈമാറപ്പെടുന്നുവെന്നും തല, ഹൃദയം, ശ്വാസകോശം തുടങ്ങിയവയ്ക്ക് ദോഷം വരുത്തുന്നുവെന്നും യു.എസ്. ന്യൂജേഴ്സിയിലെ റട്ഗേഴ്സ് സർവകലാശാലയിൽ നടന്ന പഠനം മുന്നറിയിപ്പ് നൽകുന്നു. പോളിമൈഡ് 12 എന്ന മൈക്രോ പ്ലാസ്റ്റിക്കുമായി ഗർഭിണിയായ പരീക്ഷണ എലിക്ക് സമ്പർക്കം സൃഷ്ടിച്ചപ്പോൾ അതിൻ്റെ ഗർഭസ്ഥ ശിശുവിൻ്റെ ശ്വാസകോശം, ഹൃദയം, കരൾ, വൃക്ക, തലച്ചോർ എന്നിവയിലെല്ലാം പോളിമൈഡ് 12 കണ്ടെത്തി. 5 മില്ലിമീറ്റർ താഴെ മാത്രം വലിപ്പം വരുന്ന പ്ലാസ്റ്റിക് തരികളാണ് മൈക്രോ പ്ലാസ്റ്റിക്. ശ്വസിക്കുന്ന വായുവിലും കഴിക്കുന്ന ഭക്ഷണത്തിലും വെള്ളത്തിലുമെല്ലാം ഇതുണ്ട്. ശ്വാസകോശം വഴിയും ആമാശയം വഴിയുമെല്ലാം മൈക്രോ പ്ലാസ്റ്റിക് ശരീരത്തിലെത്താം. കോശാവരണങ്ങൾ വരെ മറികടന്ന് രക്തത്തിൽ കലരുകയും അതുവഴി നിർണായക ആന്തരിക അവയവത്തിലെത്തുകയും ചെയ്യുന്നു. കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ഇവ അവയവ പ്രവർത്തനത്തെയും കോശവളർച്ചയെയും ബാധിക്കുന്നു. നവജാത ശിശുവിലും ഗർഭസ്ഥ ശിശുവിലും വരെ ഇത് കണ്ടെത്തുന്നത് ആശങ്കയുളവാക്കുന്നതാണെന്നും ഗവേഷകർ പറയുന്നു. പ്ലാസന്റൽ ആവരണവും കടന്നുവരുന്ന മൈക്രോ പ്ലാസ്റ്റിക്കുമായി ഭ്രൂണത്തിനു വരെ പൊരുതേണ്ടി വരുന്നു. മാതാവ് ശ്വസനത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും ഗർഭാവസ്ഥയിലും പ്രസവ സമയത്ത് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വഴിയും പ്ലാസ്റ്റിക് ഉള്ളിലെത്തുന്നുണ്ട്. മൈക്രോ പ്ലാസ്റ്റിക് വരുത്തിവെക്കുന്ന ആപത്ത്. ശരീരവീക്കവും പ്രതിരോധ സംവിധാനത്തെ തകിടം മറിക്കുന്ന പ്രവർത്തനവും മൈക്രോ പ്ലാസ്റ്റിക്കുകൾ സൃഷ്ടിക്കുന്നു. ഒട്ടുമിക്ക മൈക്രോ പ്ലാസ്റ്റിക്കിലും ഫാലറ്റ്സ്, ബിസനോൾ എ തുടങ്ങിയ രാസവസ്തുക്കൾ ഉണ്ടാകും. ഇവ വളർച്ച, ഉപാപചയ പ്രക്രിയ, പ്രത്യുൽപാദന സംവിധാനം, ബുദ്ധിവികാസം തുടങ്ങിയ കുട്ടികളുടെ വിവിധ പ്രവർത്തനങ്ങളെ ബാധിക്കും. മൈക്രോ പ്ലാസ്റ്റിക്കുകളുടെ അടിഞ്ഞുകൂടൽ അവയവനാശം സൃഷ്ടിക്കും. മൃഗങ്ങളിൽ നടന്ന പരീക്ഷണങ്ങളിൽ ഇത് തെളിഞ്ഞതാണ്. മൈക്രോ പ്ലാസ്റ്റിക്കുമായി അനുബന്ധ രാസപദാർത്ഥങ്ങളുമായുള്ള ദീർഘകാല സമ്പർക്കം അർബുദ സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്നും പഠനങ്ങൾ കണ്ടെത്തിയിരുന്നു.